Hi, my dear students. Welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് സൈക്കോളജിയിലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ബാലൻസ് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഭാഷയും അല്ലെങ്കിൽ ലാംഗ്വേജ് നമുക്ക് ആശയവിനിമയം ചെയ്യാനുള്ളൊരു മാധ്യമമാണെന്ന്. ഇതിലൂടെ നമ്മുടെ സാംസ്കാരികവും വൈകാരികവും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സാധ്യമാകുമെന്നും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ്. ഇപ്പം ഏതൊരു വികാസത്തെ ആയാലും ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബുദ്ധി അല്ലേ. ബുദ്ധിക്കാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് അബൌട്ട് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ എബിലിറ്റി ഓഫ് സ്പീച്ച്. സംസാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ, നമ്മുടെ ബുദ്ധിയുടെ അളവ് അല്ലെങ്കിൽ ബുദ്ധി. നമുക്ക് എത്രമാത്രം ബുദ്ധിയുണ്ടോ അത്രയും മാത്രം നമ്മുടെ ഭാഷയിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അലോങ് വിത്ത് ദ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻറ്റ്. അതുപോലെ തന്നെ എന്താണ്, ഇൻ്റലിജൻസ് കൂടുതലുള്ള കുട്ടികളിൽ എന്താണ്, അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ കൂടുതലായി കാണപ്പെടുന്നതാണ്. The children who are mentally undeveloped seldom developed average vocabulary. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻ്റലിജൻസ് ബുദ്ധിശക്തി കൂടുതലുള്ള കുട്ടികൾക്ക് അവർ ജിജ്ഞാസയുള്ളവരായിരിക്കും അല്ലേ. പൊതുവെ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് അറിയുവാനും അതിനുള്ള ക്യൂരിയോസിറ്റി അവർക്ക് കൂടുതലാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്കിടെ വൊക്കാബുലറി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് പദപ്രയോഗം, അവർക്ക് എത്രമാത്രം പദങ്ങൾ അറിഞ്ഞിരിക്കും സാധാരണ കുട്ടികളെക്കാൾ കൂടുതലായിട്ട് അവർക്കിടെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, then next point is about the social economic status. The children from higher social economic status എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം സാമൂഹിക സാമ്പത്തിക നിലവാരത്തിനെയാണ് നമ്മൾ എന്താണ് സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ, സാമൂഹിക സാമ്പത്തിക നിലവാരം എന്നാണ് നമ്മൾ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ ചിൽഡ്രൻ ഫ്രം ഹയർ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഹാവ് എ വൈഡർ വൊക്കാബുലറി ആൻഡ് മോർ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. അതെന്താണ്, നമ്മുടെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് ഉയർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും, അവർക്കിടെ വൊക്കാബുലറി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, അതായത് ഭാഷയിലുള്ള കഴിവ്, പല ഭാഷകൾ പഠിക്കുന്നതിനും മറ്റുമുള്ള കഴിവും കൂടുതലായിരിക്കും. The parents occupying a higher social economic status in a religion and educated as compared with the other, നമുക്കറിയാം എന്താണ്, മറ്റ് ഉന്നതിയിൽ നിൽക്കുന്ന, അതായത് നല്ല ജോലിക്കും അങ്ങനെയുള്ള എക്കണോമിക് സ്റ്റാറ്റസ് കൂടുതലുള്ള കുട്ടികൾക്ക് വൊക്കാബുലറി ബിൽഡിങ് കൂടുതലായിരിക്കും മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്, സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്. എക്കണോമിക് സ്റ്റാറ്റസ് കൂടുതലുള്ള കുട്ടികൾക്ക് അവർക്കിടെ വീടുകളിലുള്ള മറ്റു മാധ്യമങ്ങളിൽ നിന്ന്, അതായത് സോഷ്യൽ മാധ്യമങ്ങളിൽ നിന്ന്, റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നിന്നും കൂടുതൽ എന്താണ് പദപ്രയോഗങ്ങൾ കിട്ടുകയും അത് ഉപയോഗിക്കാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. അതോടുകൂടെ അവർക്കിടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും കൂടുന്നു ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ സെക്സ് ഡിഫറൻസ്. അതായത് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും എന്താണ്, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ സംസാരിക്കുന്നത്. എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്ന് തന്നെയാണല്ലേ, ആൺകുട്ടികളെക്കാളും ഭയങ്കരമായിട്ട് സംസാരം എപ്പോഴും എന്താ പെൺകുട്ടികൾക്കാണ് അല്ലേ. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്ന, ഭാഷ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ എന്താണ്, പാവകളെ പെൺകുട്ടികൾ സ്വന്തം കുഞ്ഞായി സങ്കല്പിച്ച് സംസാരിച്ച് ഭാഷാ സ്വാധീനം വളർത്തുന്നു. ഇതെല്ലാം സെക്സ് ഡിഫറൻസിൽ വരുന്നൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ ഫാമിലി റിലേഷൻഷിപ്പ്. ഭാഷയെ സ്വാധീനിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് എന്ത്, ഫാമിലി റിലേഷൻഷിപ്പ്. നമുക്കറിയാം അല്ലേ, എന്താണ്, ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വരുന്ന
എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ എടുക്കുക. ആർക്കാണ് പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ ഭാഷാപ്രയോഗവും കൂടുതൽ വരുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആരാണ്? നമുക്കറിയാം ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് വന്നവരായിരിക്കും. അതെന്താ കാരണം? അവർക്കിടെ ഭാഷ എന്ന് പറയുന്നത് ഒരാളിൽ നിന്നല്ല, രണ്ടാളിൽ നിന്നല്ല, അവർക്ക് കുറേ മെമ്പേഴ്സ് ആ വീട്ടിലുള്ളപ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും അവർക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. അതിൽ നിന്നുമാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഭാഷാപ്രയോഗം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാട്ടിൽ വളരുന്ന കുട്ടിയെയും അതുപോലെ തന്നെ നമുക്ക് പുറം രാജ്യങ്ങളിൽ വളരുന്ന കുട്ടികളിൽ പലരും വന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ, ഈ എൻ്റെ മോന് 2 വയസ്സായി എന്നിട്ട് അവൻ സംസാരിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യും? പുറമെ വർക്ക് ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുറച്ച് നാൾ നിർത്തി നോക്കും അല്ലേ. ഒരു 6 മാസമൊക്കെ നിർത്തി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? അവർ മിങ്കിൾ ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ ഭാഷകൾ പഠിക്കും. അപ്പോൾ അതായത് കോൺവെർസേഷൻസ് എവിടെയുണ്ടോ അവിടെയാണ് എന്താ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള ഭാഷ എങ്ങനെയാണ്, ഒരു വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പും എന്താണ് ഓരോ കുട്ടികളുടെയും ഭാഷാ വികസനത്തിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏജ്, ഓരോ കുട്ടികളുടെയും പ്രായം എന്ന് പറഞ്ഞാൽ വയസ്സ് നമുക്കറിയാം. ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ആർക്കും, അതായത് ഒരു വ്യക്തിക്കോ ഒരു കുട്ടിക്കോ ആർക്കും എന്താണ് ഒന്നും അറിയത്തില്ല, ഒരു ഭാഷയും അറിയത്തില്ല. പക്ഷെ ആഴ്ചകൾ മാസങ്ങളൊക്കെ കഴിയുന്തോറും എന്താണ് സംഭവിക്കുന്നത്? മാതാവിൻ്റെയും പിതാവിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ സംഭാഷണം, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ പേരുകൾ, പരിചയമുള്ളവരുടെ പേരോ ഒക്കെ കുട്ടികൾ പറയാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വളരെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓരോ ഏജിലും എത്ര വൊക്കാബുലറി വേണം, എത്ര പദപ്രയോഗങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഏജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ്. വയസ്സ്, ബുദ്ധി, അതുപോലെ തന്നെ സെക്സ്, സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, family relationship or family. The next one is about the health, ആരോഗ്യം. എപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്ന ഹെൽത്ത് ഓക്കെ അല്ലാത്ത ഒരു കുട്ടിയുടെ ഭാഷാ വികാസം എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷെ വളരെ എനർജറ്റിക് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾ എങ്ങനെയായിരിക്കും? അവർക്കടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവർക്കടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് എന്ത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ.